ഇതൊരു സംഗീത ഹാസ്യ നാടകമാണ്. ഈ നാടകത്തിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. അവർക്ക് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചിരിക്കുന്നവരുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാലും അത് നിങ്ങൾ വിശ്വസിക്കരുത്. ഇവിടെ തിങ്ങി നിറഞ്ഞ നാടകപ്രേമികളെ, ഇതൊരു കലയായി മാത്രം കണ്ടു പ്രോത്സാഹിപ്പിക്കണമെന്ന അപേക്ഷയോടെ മസാക്കിൻ അൽവാസിൽ അന്തേവാസികളുടെ ആദ്യ നാടകം ഈ വേദിയിൽ തുടങ്ങട്ടെ. അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു സ്നേഹവീട്. ഒരുപാട് സ്വപ്നങ്ങളുമായി ദുബായിലേക്ക് കൂടിയേറിയ നമ്മൾ മസാക്കിൻ അൽവാസിൽ എന്ന മനോഹരമായ ബിൽഡിങ്ങിൽ താമസിക്കുന്നത് ഒരു ഭാഗ്യമായി കണ്ട് അവിടെ നടക്കുന്നതായി നമ്മൾ തന്നെ സങ്കല്പിക്കുന്ന ഒരു കഥയിലേക്കാണ് ഇന്ന് ഉറ്റുനോക്കുന്നത്. നകുലേട്ടാ, ഈ ബാഗ് ഒന്ന് എടുക്കോ? അതാ ഞാൻ വരുന്നു. എന്തു ഭംഗിയാണല്ലേ ബിൽഡിംഗ് കാണാൻ. അല്ലെങ്കിലും ഞാനല്ലേ മോൻ. ജീവിതത്തിൽ നല്ലതല്ലാത്ത എന്തെങ്കിലും ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടോ? നീ ഒഴികെ. ഒന്ന് പോ നകുലേട്ടാ. गुड मॉर्निंग साहब. गुड मॉर्निंग मैम. गुड मॉर्निंग भाई. आज हमारा घर का शिफ्टिंग हो रहा है. चाबी दिएंगे 342 का. हाँ, वेलकम वेलकम सर. आप लोगों को मसाकिन अल्वासिल के लिए स्वागत करते हैं सर. सर, आप लोगों को इमरजेंसी एड मिलेंगे? ओह श्योर. मैम, आपका भी. ഇങ്ങനെയൊക്കെ ഐ ഡി നോക്കാൻ ഇതെന്താ പോലീസ് സ്റ്റേഷനോ? मैम, मुझे आपका भी भाषा आता है थोड़ा थोड़ा. ऐसा नहीं साहब. कोई बात नहीं है मैडम, ये हमारा कानून है. सर, ये ले लीजिए आपका की. आप लोगों का फर्नीचर और आ गया क्या? अब आ गया होगा. गेट थोड़ा ओपन करेगा? सर, अभी करता हूँ. ये भी आपका कानून है? ജാങ്കോ, നീ അറിഞ്ഞാ ഞാൻ പെട്ടു? नहीं नहीं मैडम, ये कहीं किचन में आग लग गया होगा, इसलिए. आप लोग नया है ना, अभी धीरे धीरे आप लोगों को आदत हो जाएगा. ഇനി എത്ര ദിവസം എടുക്കോ ആവോ എല്ലാം ഒന്ന് സെറ്റ് ആവാൻ? ഗംഗേ, എൻ്റെ ഓഫീസ് ഡ്രസ് എവിടെ വെച്ചെന്നറിയോ? നകുലേട്ടാ, അതാ ബെഡ്റൂമിൽ എങ്ങാനും ഒന്ന് നോക്കൂ. എനിക്കിവിടെ ഒത്തിരി പണിയുണ്ട്. ഓക്കെ, നോക്കാം. ഞാൻ ശ്രീദേവി 341 താമസിക്കുന്നു. എന്നോട് സെക്യൂരിറ്റി താഴെ പറഞ്ഞു എൻ്റെ നെയ്ബർ മലയാളിയാണ്. ഇവിടെ പുതിയതായിട്ട് വന്നതല്ലേ? സെറ്റിലായോ? എല്ലാം സെറ്റിലായോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? എനിക്ക് മലയാളി നെയ്ബേഴ്സ് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാൻ നോർത്തിൽ പഠിച്ചുകൊണ്ട് ഇവിടുത്തെ മലയാളീസൊക്കെ ഭയങ്കര ജാസാണ് പോലും. എവിടുന്ന് വരുന്നു എന്ന് അറിയത്തില്ല, ഭയങ്കര കുശുമ്പും. ശ്രീദേവി, എനിക്ക് സംസാരിക്കാൻ കുറച്ച് സമയം തരുമോ? ഞാൻ മറന്നു. എൻ്റെ സംസാരം ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തത്തില്ല. ഈ ഫുൾ ബിൽഡിങ്ങിൽ ഒത്തിരി ആൾക്കാർ എൻ്റെ ഫാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഭയങ്കര പോപ്പുലറാണ്. മിസ് പോപ്പുലർ എന്ന് വിളിക്കും. ഞാൻ ഗംഗ. എല്ലാം സെറ്റായി വരുന്നേയുള്ളൂ. വാ, ഇരിക്കൂ കേട്ടോ. ഇതുകൂടാതെ എൻ്റെ ഭർത്താവ് വർക്ക് ചെയ്യുന്ന പോപ്പുലർ ടയർസിലാണ്. അപ്പോൾ കൂടുതൽ പോപ്പുലറായി. ഞാൻ മിസ് പോപ്പുലർ എന്നും പോപ്പുലർ ടയർസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ. അപ്പം നിങ്ങളുടെ കുടുംബം മൊത്തത്തിൽ പോപ്പുലർ ആണല്ലോ. വർത്തമാനം പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല. ഒരു ചായ എടുക്കട്ടെ? അയ്യോ, പാലില്ലല്ലോ. ശ്രീദേവി, ഗ്രോസറിയിലെ നമ്പർ ഉണ്ടോ? ഞാൻ ഗ്രോസറി ഒന്നും വിളിക്കാറില്ല. ഞാൻ എപ്പോഴും നൂണാ. യു നോ റൈറ്റ്, മിസ് പോപ്പുലർ. ഇനി ഗ്രോസറിയിൽ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം. 36 അല്ലല്ലോ, 864242. ഹലോ, ഗ്രോസറി അല്ലേ? 1 ലിറ്റർ പാല് വേണമായിരുന്നു. റൂം നമ്പർ 342. പെട്ടെന്ന് കൊണ്ടുവരണേ. വീട്ടിൽ ആരൊക്കെയുണ്ട് ശ്രീദേവി?
വീട്ടിൽ മോളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. മോള് 10ാം ക്ലാസ്സിലാണ്. എന്നെ കണ്ടാൽ തോന്നത്തില്ല അല്ലേ 10th പഠിക്കുന്ന ഒരു കൊച്ചുണ്ടെന്ന്. എന്നെ അല്ലേ തന്നെ ബിൽഡിങ്ങിലെല്ലാവരും വിളിക്കുന്ന സന്തൂർ മമ്മി എന്നാ. ഈ ഇൻ്റലിജൻസും ഗ്ലാമറും കൂടിയാൽ തന്നെ ഞാനൊരു സന്തൂർ മമ്മി ആയത്. ഈ ഗ്രോസറി എന്താ ഇങ്ങനെ? എത്ര സമയമായി പാലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഞാൻ ഗ്രോസറി ഒന്നും വിളിക്കാറില്ല, ഞാൻ നൂണ. ഇതാണ് റീസൺ. ഗ്രോസറിയിൽ പാല് വിളിച്ചാൽ മോര് വരും, പഴം വിളിച്ചാൽ പഞ്ചസാര വരും. അതുകൊണ്ട് എനിക്ക് പാല് വേണമെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒക്കെ മോരാ വിളിച്ച് പറയാറ്. മോള് വരാൻ സമയമായിട്ടോ ട്യൂഷനിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ നാളെ വൈകിട്ട് കാണാം നമുക്ക് സുംബയിൽ. ഇവിടെ താഴെ സുംബയുണ്ട്. ആയിക്കോട്ടെ, വൈകിട്ട് കാണാം. ചോദിക്കാൻ വിട്ടുപോയി, ഇതേ കോലത്തിൽ തന്നെയാണോ മിസ് പോപ്പുലർ ഉറങ്ങുന്നതും? എൻ്റെ ഈശ്വരാ, ബിൽഡിങ്ങിൽ വന്നിട്ട് ആദ്യത്തെ ആളെ പരിചയപ്പെട്ടത് ഇങ്ങനെയാണ്. ഇനി എത്ര പോപ്പുലർ ഉണ്ടാവോ എന്തോ. അല്ല, ഇതാരാ? വാരംപിള്ളിയിലെ മീനാക്ഷി അല്ലേ? മോളെന്താ ഈ പായായിട്ട്? അല്ല, ഞാൻ സുലൈമാനാ. സുലൈമാനല്ല, ഹനുമാനാ. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാൻ താൻ ആരാണെന്ന്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ എന്ന് എന്നോട് താൻ ചോദിക്ക്. രശ്മിയുടെ സുംബ മറ്റേ സൈഡിലാന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് നടക്കാം, വാ. Intelligent, yes, she Jacqueline Ari. Everywhere me go, me never left for a tally. You say that I miss me at the Ram Dance Man. हेलो मैडम, ये इधर ममनू है. आपको मैं इससे पहले भी मैंने बोला था. इधर ये ममनू है, ये हमारा कानून है. ശ്രീദേവി, അയാൾ എന്താ പറഞ്ഞപ്പോ? ഗംഗ, അയാൾക്ക് ഒരു വേർഡേ അറിയത്തുള്ളൂ. എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും മമ്നു 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 എന്ന് പറഞ്ഞാൽ ഇവിടെ സുംബ പറ്റില്ല എന്ന്. ഈ ബിൽഡിങ്ങിൽ 2 ആൾ കൂടിയാൽ എല്ലാം മമ്നുവാ. മിസ് പോപ്പുലർ, ഇതാരാ കൂടെയുള്ളത്? കൂട്ടുകാരിയാണോ?
ആ മാനേജർ, ഇത് ഗംഗ, എൻ്റെ പുതിയ നെയ്ബർ, മലയാളി നെയ്ബറാട്ടോ. എല്ലാം ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഈ രശ്മിയുടെ സുംബ, ബട്ട് അവിടെയും വന്നു നമ്മുടെ സെക്യൂരിറ്റി മമ്നു മമ്നു എന്ന് പറഞ്ഞ്. അത് അവർ പറയുന്നു ഇവിടെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യാൻ പാടില്ല പോലും. വാ വാ, ഇത് നമുക്ക് ശരിയാക്കാലോ. മിസ് പോപ്പുലർ പറയുമ്പോൾ ഞാനെങ്ങനെ ഒഴിവാക്കാനാ? क्या भाई, खाली एक्सरसाइज करने दो. हाँ मैनेजर साहब, नमस्ते साहब, ये हमारा नौकरी का क्या हुआ? मुश्किल नहीं है, पहले ये सोल्व करने दो. ये इधर ममनू है, ये हमारा कानून है. आपको अगर कोई प्रॉब्लम है तो आप हमारा ऑफिस में बात करिए. ठीक है, आपका साथ ज़्यादा बात करने का कोई फ़ायदा नहीं है. मैं ऑफिस में बात करेगा. तुमको नौकरी चाहिए क्या? ശ്രീദേവി, നമ്മളെ കമ്മ്യൂണിറ്റിയെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഗംഗയോട്? ആ ഇൻട്രൊഡക്ഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും പറയാനുണ്ട്. നമ്മളുടെ ഓണമേളം സീസൺ 3യും ചാരിറ്റിയും സ്പോർട്സ് ലവേഴ്സിൻ്റെ ഇവൻറ്റ്സും എല്ലാത്തിനെയും പറ്റി. ഈ ഓണമേളം കൊണ്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിലെ ഫ്രണ്ട്സൊക്കെ വളരെ ഹാപ്പിയാണ്. ഇതിന് നീളം പോരെന്നാണ് അവർ പറയുന്നത്. സ്ത്രീകളൊക്കെ വളരെ തിരക്കിലല്ലേ, വീട്ടിൽ വരുമ്പോൾ ചൊറിയാൻ ആളില്ലാലോ. അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ പോപ്പുലറായി. ഇടവേളയ്ക്ക് ശേഷം നാടകം തുടരുന്നു. സ്നേഹവേദ്. ഇത്രയും സമയം നമ്മളുമായി കൂവാതെ സഹകരിച്ച പ്രിയ കലാസ്നേഹികളോട് ഒരു കൂപ്പുകൈ. അടുത്ത നാടകത്തിനുള്ള ബുക്കിംഗ് തുടരുന്നു. വിളിക്കേണ്ട നമ്പർ 05063522865. വിലാസം മസാക്കിൻ അൽവാസിൽ, അസിൽ മുഖ്, ദുബായ്. ഞങ്ങൾക്ക് മറ്റ് സഹോദര സ്ഥാപനങ്ങളില്ല. ഗംഗ ഇപ്പോൾ എവിടെ പോവാ? അത് ശരി, ഞാൻ പറഞ്ഞില്ലേ ശ്രീദേവിയുടെ ഒപ്പം ഷോപ്പിങ്ങിന് പോവാണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെ കൂടി പറഞ്ഞതാണല്ലോ. ഇപ്പോഴെന്തോ ഒരു മനമാറ്റം. ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ? ഇപ്പൊ പോയാൽ? പോണ്ടെന്ന് പറഞ്ഞാ പോകണ്ട. എന്താ ഞാൻ കൂടെ പോയാല്? വേണ്ട. വിടമാട്ടെ. அப்ப நீ என்னை இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இங்க grocery கூப்பிட்டா வராது, குரூப் ஆக்டிவிட்டியும் முடியாது. அது போதாதுன்னு இங்க இடவிடாம ஃபயர் அலாம். இன்னைக்கு நாளா நாள் ஓண பண்டிகை. என்கிட்ட இருக்கிற எல்லா சாரியையும் அலக்கி உனக்கி அயன் பண்ணி கொடுக்காம உன்னை நான் விட மாட்டேன். നകുലേട്ടാ, ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഇല്ല, ഒന്നും പറഞ്ഞില്ല ഗംഗ, ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഞാനിപ്പോ എന്തോ പറഞ്ഞു. പറ നകുലേട്ടാ, എനിക്കെന്താ നകുലേട്ടാ? നിനക്കൊന്നുമില്ല. ഉണ്ട്, എനിക്കെന്തോ ഉണ്ട് നകുലേട്ടാ. നിനക്കൊന്നുമില്ല ഗംഗ, നീ കരയാതെ.
നഗലേട്ടാ, എന്നെ വെറുക്കല്ല നഗലേട്ടാ. ഗംഗേ, ഗംഗേ, ഗംഗേ. എന്നെ വെറുക്കല്ല നഗലേട്ടാ. ഇല്ല മോളെ, ഒരിക്കലും ഇല്ല. ഗംഗേ, നഗലേട്ടാ, നിനക്ക് എന്താ വേണ്ട? ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ. വരുവാനില്ലാരുമിങ്ങൊരു നാളുമീ വഴിക്കറിയാം, അതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാങ്കൊമ്പിൽ അതിനായി മാത്രമായൊരു നേരം മൃദുമാറി മധുമാസമണയാറുണ്ടല്ലോ. ശ്രീദേവി, ഗംഗ എന്തൊക്കെയോ അബ്നോർമലായിട്ട് ആക്ട് ചെയ്യുന്നു. എന്നാ വാ, നമുക്ക് പോയി മാനേജറിനെ കാണാം. പിന്നെ മാനേജറായ എല്ലാം ശരിയാക്കുമല്ലോ. പിന്നെ ഞാൻ മിസ് പോപ്പുലറും അല്ലേ, ഞാൻ പറഞ്ഞാൽ എല്ലാം ശരിയാവും. ആ മാനേജർ, ഇത് ഗംഗയുടെ ഹസ്ബൻഡ് നകുലൻ. ഹലോ മാനേജർ, ഗംഗ എന്തൊക്കെയോ അബ്നോർമലായി പെരുമാറുന്നു. ഒന്നുമില്ല, പുതിയ സ്ഥലമല്ലേ, എല്ലാം ശരിയാവും. നിങ്ങളൊന്ന് പുറത്തൊക്കെ കറങ്ങി വാ, വേണമെങ്കിലൊന്ന് ലുലുവിലും കയറിക്കോ. അധികം ഡ്രസ്സുള്ള സ്ഥലത്തേക്ക് പോകണ്ടേ. ഗംഗയ്ക്ക് ഡ്രസ്സിനോടൊരു വീക്ക്നെസ് കൂടുതലാണ്. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. പോരെങ്കിൽ നമുക്ക് ഡോക്ടർ സണ്ണിയെ ഒന്ന് കാണാമല്ലോ. കൂടാതെ ബ്രഹ്മദത്തൻ നമ്പൂരിയോ നമ്മൾ അയൽപക്കത്ത് തന്നെയല്ലോ അല്ലേ. അദ്ദേഹം വളരെ പ്രശസ്തനാണെന്നാണ് കേട്ടത്. വരിക വരിക വരിക. ആരാ? മനസ്സിലായില്ല. തിരുമേനി, ഞാൻ അല്ലി. ഞാനിവിടെ ഈ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. എന്താ ഈ ബിൽഡിങ്ങിൽ സംഭവിച്ചത്? കയറയച്ചു വിട്ട പോലെ കാളയെ പോലെയാണല്ലോ എല്ലാവരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണല്ലോ. ചിലയാൾ മാരത്തോണും എന്ന പേരും പറഞ്ഞ് രാവിലെ ഓട്ടമോ ഓട്ടം. പിന്നെ കുറെ പേർ ഓണത്തിന്റെ പേരും പറഞ്ഞ് പരിപാടിയുടെയൊക്കെ പേര് പറഞ്ഞ് അടുക്കള അടച്ച പൂട്ടിയ പോലെയാ. ഇത്രയും സമയമായി ഒരു ചായ പോലും എനിക്ക് തന്നില്ല ആരും. അതൊക്കെ അങ്ങനെയാ തിരുമേനി ഇവിടെ. പക്ഷേ അങ്ങേക്ക് ചായ ഞാൻ ശരിയാക്കി തരാം. പിന്നെ ഈ ബിൽഡിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് എത്ര നല്ല ബിൽഡിംഗ് ആണെന്നോ. ഇവിടെ എല്ലാ ആവശ്യത്തിനും നമ്മൾ ഒരുമിച്ചാണ്. ഇപ്പോൾ തന്നെ ഓണാഘോഷത്തോടനുബന്ധിച്ച് എന്തെല്ലാം പരിപാടികളായിരുന്നെന്നോ. ക്വിസ് മത്സരം, പൂക്കള മത്സരം, പായസ മത്സരം, അങ്ങനെ എന്തെല്ലാം. ഇവിടെ എല്ലാം ഒരുമിച്ചാണ് നമ്മൾ ആഘോഷിക്കുന്നത്. മറിഞ്ഞു പൊട്ടുകുറ്റിയും ഇഡ്ഡലി പാത്രവും ഒക്കെ ആയുള്ള കിസ്സല്ലേ? കേമായിരുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടു. അങ്ങനെന്താ ഇവിടെ താമസിക്കുന്ന ഗംഗ അറിഞ്ഞിരുന്നു. വരുന്ന വഴിക്ക് ഞാൻ വിശദമായി അങ്ങോട്ട് നോക്കി. ഗംഗയ്ക്ക് ഇവിടെ ഇത്രയൊക്കെ സന്തോഷങ്ങൾ ഉണ്ടായിട്ടും ഗ്രൂപ്പ് സൂംബയും ഗ്രോസറിയിലെ വിഷയങ്ങളും പിന്നെ ഇവിടെ നിർത്താതെയുള്ള ഈ ഫയർ അലാറും ലേശം മനഃപ്രയാസമുണ്ടാക്കി. അതൊക്കെ ഒരു കാരണമാകാം ഇപ്പോഴുള്ള ഈ ബുദ്ധിമുട്ട്. എന്താ ചെയ്യാ?
എവിടെയോ കണ്ടു മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ആരാത്? അങ്ങോട്ടൊന്നും ഓർമ്മ വരുന്നില്ല. കഷ്ടായി. എവിടെ വച്ചാണെന്ന് മറന്നിരിക്കുന്നു. എത്രയായും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. ഇത് നമ്മുടെ സണ്ണി, ഡോക്ടർ സണ്ണി. തിരുമേനി മറന്നിരിക്കുന്നു, നമ്മൾ തമ്മിൽ അമേരിക്കയിൽ വച്ച്. അമ്പട കേമാ സണ്ണിക്കുട്ടാ, നീ വീണ്ടും തടിച്ചു കേട്ടോ. എന്നെ പറ്റിച്ചു കളൻ. എന്താ കഥ? നിന്നെ ഞാൻ മറക്കുമോ? ഇവിടെ വച്ച് വീണ്ടും കാണാമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അല്ല മാനേജറെ, ഇയാൾ ഇവിടെ ഉള്ളപ്പോൾ ഗംഗയുടെയും കാര്യം പറഞ്ഞ് എന്നെ വന്ന് കാണണമായിരുന്നോ? ആളെ വേണ്ട പരിചയമില്ല എന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ, 10 തലയായവനെ. എന്താ തിരുമേനി ഇത്? ഇദ്ദേഹത്തിന് 10 തലയോ? 10 ആളുടെ തടിയാണ് തോന്നുന്നത്. കഴിഞ്ഞ വർഷത്തെ വെയിറ്റ് ലോസ് ചാലഞ്ചിന് കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിപ്പോയവനാ. പിന്നെ ഇപ്പം അടുത്ത് നടന്ന ഓൺലൈൻ ക്വിസിൽ 2ാം സ്ഥാനവും. ഈ നിൽക്കുന്ന രാവണൻ ഏഭ്യൻ. എനിക്ക് തിരുമേനിയുമായി കുറച്ച് സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ. തിരുമേനി, നമുക്ക് ആ താഴത്തെ ചായക്കടയിൽ പോയി 2 ദിറംസിന്റെ ചായ വാങ്ങി കഴിച്ച ഒരു 4 മണിക്കൂർ ഇരുന്ന് സംസാരിക്കാം. അവിടെ ആകുമ്പോ കാശും കുറവാണ്, 4-5 മണിക്കൂർ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യാം. തിരുമേനി, ഗംഗയുടെ കാര്യം നാം പലതും കണ്ടിട്ടുണ്ട്. ഇത്രയും ഭയാനകരമായ ഒന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ. സൈക്കാട്രിയിൽ ഇതിനെ മൾട്ടി പേഴ്സണാലിറ്റി, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെയാണ് പറയുന്നത്. ഒരു സൈക്കാട്രിസ്റ്റും ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. തിരുമേനിയുടെ പരിപൂർണ സഹായം എനിക്ക് ആവശ്യമാണ്. എല്ലാം നടക്കട്ടെ. തിരുമേനി പോയി പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോളും. ഞാനൊന്ന് അകത്ത് പോയി വരാം. അയ്യോ, ശബരിമല ശാസ്താവാണ്, ഹരിഹരസുതനയ്യൻ അയ്യപ്പ സ്വാമിയാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മസാക്കൻ താഴിട്ട് ഞാൻ പൂട്ടും. ആഫ്രിക്കയിൽ നിന്ന് പാമ്പിന്റെ ഡോക്ടർ വന്നു. അമേരിക്കയിൽ നിന്നൊരു പ്രാന്തിന്റെ ഡോക്ടർ വന്നു എന്ന് നമ്മുടെ മാനേജർ പറഞ്ഞു. അപ്പോൾ വന്നൊന്ന് കണ്ടേക്കാന്ന് കരുതിയിരിക്കുക. ഞാനാണ് അയാൾ, ഞാനാണ് ഭാഗ്യവാൻ. ഹൗ ഡു യു ഡു? ഏയ്, ആ സഞ്ജും ആരിഫും അസീലും ഷെയറൊക്കെ പറയുന്നു എന്റെ പെരുമാറ്റത്തിന് എന്തോ മാറ്റമുണ്ടെന്ന്. ഡോക്ടർ ഒന്ന് നോക്കിക്കേ, എന്നെ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചേ. എനിക്ക് എന്തേലും കുഴപ്പമുണ്ടോ? പെരുമാറ്റത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. ചികിത്സിക്കാൻ പറ്റില്ല അല്ലേ? ചികിത്സിക്കാം, അതിനെന്താ, ചികിത്സിക്കാം. പക്ഷേ ഇത്തിരി കഴിഞ്ഞോട്ടെ. ഞാൻ ഇവിടെ അകത്തൊരാളെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് ചികിത്സിക്കുവാൻ. അത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ? പിന്നെ പോകുമ്പോൾ വെള്ളത്തിൽ ചവിട്ടാതെ നോക്കണം കേട്ടോ. വെള്ളം ഈ അസുഖത്തിനൊരു അപകടമാണ്. ഓക്കെ? ഹോ ഹോ ഹോ. വെള്ളം, വെള്ളം, വെള്ളം. തിരുമേനിയുടെ പൂജ കൊണ്ട് മാത്രം നമുക്ക് നാഗവല്ലിയെ ഒഴിപ്പിക്കാൻ പറ്റില്ല.
നമുക്ക് അതിനായി നാഗവല്ലി ഒന്ന് പറ്റിക്കണം. ഡമ്മി വയ്ക്കുന്നതിൽ ഒരു റിസ്ക് എലമെൻ്റ് ഞാൻ കാണുന്നു. ഒരു തവണ സുരേഷ് ഗോപിയെ വച്ച് ചെയ്തതിനാൽ ഇനി നാഗവല്ലി എങ്ങാനും അത് കണ്ടിരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം പ്ലാനും പാളും. അതുകൊണ്ട് ഇത്തവണ വാളുകൊണ്ട് എത്ര വെട്ടിയാലും മുറിയാത്ത ഒരു സാധനം, ഒരു സൈക്കാട്രിസ്റ്റും സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കും. ഐ എം ഗോയിങ് ടു ബ്രേക്ക് ഓൾ ദ കൺവെൻഷണൽ കോൺസെപ്റ്റ് ഓഫ് സൈക്കാട്രി. ഞാൻ ഏതെങ്കിലും ഒരു കഫറ്റേരിയയിൽ നിന്ന് എക്സ്പയറായ ഒരു ഫ്രോസൺ ചിക്കൻ അത് വാങ്ങി ടേബിളിൽ വയ്ക്കാൻ പോവുകയാണ്. തിരുമേനിയുടെ പൂർണ്ണ പിന്തുണ എനിക്ക് ചിക്കൻ്റെ കാര്യത്തിൽ വേണം. നല്ല തീരുമാന. പക്ഷെ പറയുന്നതിൽ ആലോചിച്ച് നോക്കുമ്പോൾ വാള് കൊണ്ട് വെട്ടിയാൽ വാള് മുറിഞ്ഞു പോകൂലേ? നേരാണ് തിരുമേനി. ഗ്രോസറി ചിക്കനെ വാള് കൊണ്ട് വെട്ടിയാൽ വാള് മുറിഞ്ഞു രണ്ടാകും. പക്ഷേ വെട്ടുകൊണ്ട ചിക്കന്റെ മണം ഗംഗയിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ നാഗവല്ലി ബോധരഹിതയായി ആ ശരീരം വിട്ടൊഴിഞ്ഞു പോകാനും മതി. അങ്ങനെ ഒരു ചാൻസ് ഇവിടെ ഞാൻ കാണുന്നു. ആ ചാൻസ്, ആ റിസ്ക് എനിക്ക് എടുത്തേ പറ്റൂ. തിരുമേനി എന്നെ തടയരുത്. ഉനത് ഉള്ളത്തിൽ ഉദയ നിലവിനവെ ഉലവിടും പെണ്ണും കൂത്താട പരുവ വെള്ളത്തിൽ പുതിയ മലരെനവെ മടൽ വിടും കണ്ണും കൂത്താട നീണ്ട നാட்களாய் நான் கொண்ட தாவம் காதல் நோயாக விளைந்திடவே காலகாலமாய் நான் செய்த யாகம் கோபத்தீயாக வளர்ந்திடவே எழுந்தே இடைவரும் தடைகளும் உடைந்திடவே நேசம் பாசம் நீங்கிடாமல் உனக்கென நீண்ட காலம் நெஞ்சம் ஒன்று துடிக்கையில் എനിക്ക് കണക്ക് തീർക്കണം. ഗ്രോസറിയില് പറ്റ കണക്ക് നമുക്ക് മാസാവസാനം തീർത്താ പോരെ കുട്ടി? അതല്ല, ആരാണ് ആരാണ് നീ? പറയില്ലേ? ഇരിക്ക, ആ കളത്തിലിരിക്കാൻ. ഇരിക്കവിടെ. ഇനി ഗ്രൂപ്പ് എക്സസൈസ് ചെയ്യാനുള്ള അനുമതി കിട്ടിയാൽ നീ പോകില്ലേ? സത്യം നമുക്ക് മനസ്സിലായി, എല്ലാം നമുക്ക് മനസ്സിലായി. നമുക്കെല്ലാത്തിനും പ്രതിവിധി കാണാം. ഗ്രോസറിയെ സമയത്ത് വരുത്താൻ ഗ്രൂപ്പ് എക്സസൈസ് നമ്മുടെ മാനേജറോട് സംസാരിച്ച് ശരിയാക്കാം, തീർച്ച. പിന്നെ ആ ഫയർ അലാറാം, അത് എന്റെ കൺട്രോളിലുള്ള കാര്യമല്ല, കുട്ടിക്ക് അറിയാലോ. നോം ഗ്രോസറിയിലേക്ക് വിളിച്ച് ചിക്കൻ ഏർപ്പാട് ചെയ്യട്ടെ കുട്ടി. ഹലോ, ഗ്രോസറി അല്ലേ? മറുത്തൊന്നും പറയാൻ നിൽക്കണ്ട. എക്സ്പയറായ ചിക്കൻ പെട്ടെന്ന് വേണം ഗംഗക്ക്.
ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നീ കേൾക്കുന്ന ശബ്ദം എൻ്റേതാണ്. നീ കേൾക്കുന്ന മനസ്സ് എൻ്റേതാണ്. നീ ഗംഗയാണ്. അതെ, നീ ഗംഗയാണ്. യു ആർ ഗംഗ. അടുത്ത 3 സെക്കൻഡിനുള്ളിൽ ഗംഗ ബോധ മനസ്സിലേക്ക് ഉണരുകയാണ്. റിലാക്സ്, റിലാക്സ്. യു ആർ ഗംഗ. ടെൽ മീ, ഹൂ ആർ യു? ഗംഗ ഇപ്പോൾ വളരെ സന്തോഷവതിയാണ്. ഈ ദുബായിലെ തന്നെ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ബിൽഡിങ്ങിലാണ് ഗംഗ ഇപ്പോൾ താമസിക്കുന്നത്. അത് ഗംഗ മനസ്സിലാക്കുന്നു. ഈ ബിൽഡിങ്ങിലെ മറ്റെല്ലാരെയും പോലെ ഗംഗ വളരെ സന്തോഷവതിയാണ്. ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിൽ ഗംഗ ഇപ്പോൾ ഉണരാൻ പോവുകയാണ്. സാവധാനം ഉണരുകയാണ്. സ്ലോലി വേക്ക് അപ്പ്, വേക്ക് അപ്പ്, വേക്ക് അപ്പ്. കം ഓൺ, വേക്ക് അപ്പ്. ഞങ്ങൾ ആരൊക്കെയാണെന്ന് ഗംഗയ്ക്ക് മനസ്സിലായോ? അതെന്താ സണ്ണി അങ്ങനെ ചോദിച്ചത്? നകുല, നിന്റെ ഗംഗ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. അവളുടെ കയ്യും പിടിച്ച് മസാക്കൻ വാസലിലെ സ്നേഹ വീടായ 342-ൽ പോയി സന്തോഷത്തോടെ ജീവിക്കേ. കൊതിയോടെ ഓടിപ്പോയി പടിവാതിലിൽ ചെന്ന് മിഴി രണ്ടും നീട്ടുന്ന നേരം നിറയെ തളിർക്കുന്നു, പൂക്കുന്നു, കായ്ക്കുന്നു കനവിൻ്റെ തേന്മാവിൻ കൊമ്പ്. എൻ്റെ കരളിലെ തേന്മാവിൻ കൊമ്പ്. Confirming അല്ല, ഇത് എനിക്ക് വേറെ കാര്യമുണ്ട്. അവസാനത്തെ വീഡിയോയിൽ ഇതെല്ലാം കൂട്ടും.